ഹലോ ഓൾ, എല്ലാവർക്കും ലിറ്റിൽ വെസൽസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പേര് പറയാണ്, തുളസി. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ല് കൂടി ഇങ്ങനെ പോപ്പ് ചെയ്ത് വരും, അങ്ങനെ പൊന്തി വരും. അപ്പോൾ ആ ബെല്ല് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എത്രയാണ് പറയാനുള്ളത്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് വീഡിയോ ഇടാൻ കാരണം എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക, അപ്പോൾ ഒരു നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ബ്രെഡ് കഴിക്കാറുണ്ടല്ലോ, അതായത് ബ്രെഡ് കൊണ്ടുള്ള പല രീതിയിലുള്ള സ്നാക്സ്. അപ്പോൾ ഈ ബ്രെഡ് കൊണ്ട് പല രീതിയിലുള്ള സ്നാക്സ് ഉണ്ടാക്കും. പക്ഷേ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ബ്രെഡ് കൊണ്ടുള്ള ഉള്ളിവടയാണ്. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ബ്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വൈകുന്നേരം ഒരു കടി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലമാണ്, അപ്പോൾ നമുക്ക് വൈകുന്നേരം നല്ല ചൂട് സ്നാക്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ഒരു കട്ടൻ ചായ, അതുപോലെ അതിൻ്റെ കൂടെ എന്താ പറയുക, കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അതിന് പറ്റിയ, നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു സ്നാക്ക് തന്നെയാണ് ഉള്ളിവട. അപ്പോൾ അത് ബ്രെഡ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഉള്ളിവടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഉള്ളി ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ്. അപ്പോൾ അത് കനം കുറച്ച് ചെറുതായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം. അത് നിങ്ങൾക്ക് ഒരു ക്യാരറ്റ് എടുക്കണമെങ്കിൽ അത്രയും എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വലിപ്പമുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു 3-4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഉള്ളീനെ. പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ബ്രെഡ് ഞാൻ ഒരു 4 എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസുള്ള ബ്രെഡാണ്. പിന്നെ മഞ്ഞൾപ്പൊടി അതും എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം 1/4 ടീസ്പൂൺ ചതച്ചത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഓരോ ടീസ്പൂൺ വീതം ചതച്ചെടുത്തത്. പിന്നെ ഒരു 2 കറിവേപ്പില എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് മല്ലിയിലയും പുതിനയിലൊക്കെ വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ സൺഫ്ലവർ ഓയിലാണ് വറുക്കാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊന്ന് കുഴയ്ക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം. അങ്ങനെ അവസാനത്തെ സാധനം മൈദയാണ്. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഈ ബ്രെഡിനെ ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എപ്പോഴും കറണ്ടൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും പ്ലാൻ ബി നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിയിട്ടോ. ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് കൈ വെച്ച് ഒന്നിങ്ങനെ തിരുമുക. അപ്പോൾ ഈ സംഭവം പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ നല്ല ഫൈനായിട്ട് പൊടിയണമെന്നൊന്നുമില്ല. നമ്മളെന്തായാലും ഇത് വെള്ളം ചേർത്ത് കുഴയ്ക്കുമല്ലോ, അപ്പോൾ ആ പാകത്തിന് വരും. അപ്പോൾ നമ്മുടെ ഈ പൊടിച്ച ബ്രെഡിലേക്ക് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഉള്ളിയാണ് ഇടുന്നത്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഒരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി മൈദ ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് ഏത് സാധനം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇടാം. പക്ഷെ പച്ചമുളക് ലാസ്റ്റാണ്. അപ്പോൾ ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനിതിലിടുന്നത്. പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് നല്ല കളർ വേണമെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ 1 ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉപ്പ് ഞാൻ 1 ടീസ്പൂണാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിൽ പച്ചമുളക് ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ. പച്ചമുളക് ലാസ്റ്റ് ഇടുന്നുള്ളൂ, കാരണം കൈയൊക്കെ എരിഞ്ഞ് പണ്ടാറടങ്ങും, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് എരിവ് പോരാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ മുളക് പൊടി കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പ് പാകമാണോ എന്ന് നോക്കണം കേട്ടോ ഇടയ്ക്ക്. കുഴപ്പമില്ല, പാകത്തിനാണ്. അപ്പോൾ ഇനി നമുക്ക് പച്ചമുളക് ഇടാം. അപ്പോൾ പച്ചമുളക്
ഇട്ടിട്ട് സ്പൂൺ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കുഴക്കണത്. നമ്മൾ ഈ മാവ് രാവിലെ കുഴച്ചിട്ട് വൈകുന്നേരം ഫ്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നാലും പറ്റുകയാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങളിത് ഇങ്ങനെ കുഴച്ച് വയ്ക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ പാകം. അതായത് ഇതാണ് ഈ മാവ് നമ്മൾ കുഴച്ചെടുത്താലുള്ള രൂപം എന്ന് പറയുന്നത്. നമുക്ക് കയ്യിലെടുത്ത് ഉരുട്ടാൻ പറ്റണം. അപ്പോൾ നമ്മുടെ മാവ് റെഡി. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പുറത്ത്, അതായത് ടെറസിലാണ് ഞാൻ നമ്മുടെ കുക്കിംഗ് നടത്താൻ പോണത്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ കത്തിക്കാൻ പോണത്. കാരണം ഇവിടെ ആദ്യമായിട്ടാണ് കത്തിക്കുന്നത്. പിന്നെന്താ പറയുക, കാറ്റുണ്ടെങ്കിലും തീ പെട്ടെന്ന് തന്നെ കത്തി. അപ്പോൾ നമുക്കിനി ചട്ടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായാൽ നമുക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് ഈ ഒരു സംഭവം ഓവനിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ, ഈ ഉള്ളിവട. കാരണം ഇതിനധികം വേവ് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. അപ്പോൾ ഈ ഉള്ളിവട മുങ്ങാൻ പാകത്തിനുള്ള എണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഓവനിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ട് ചെയ്യാം. കാരണം ഇതിൽ സവാളയും പച്ചമുളകും ഇത് മാത്രമേ വേവാനുള്ളൂ. അപ്പോൾ അതിനധികം വേവും വേണ്ട. അപ്പോൾ നമുക്ക് ഓവനിൽ വെച്ച് ചെയ്യണം ഏറ്റവും ബെസ്റ്റ്. ഇപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്ത് കാണിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഓവനിൽ വെച്ച് ചെയ്യുന്നത് കാണാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഉള്ളിവടേൻ്റെ ഷേപ്പിലൊന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കണം. ആദ്യം ഇത് ചെറിയ ഉരുളയാക്കി ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഉള്ളിവടേൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി അങ്ങനെ നല്ല ഷേപ്പൊന്നും ആവണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ നല്ല ഷേപ്പുള്ള ഉള്ളിവടയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ചെയ്തു ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഉള്ളിവട നമ്മൾ പരത്തുമ്പോൾ, അതായത് കയ്യിലിട്ട് ഉരുട്ടുമ്പോൾ എണ്ണ കയ്യിൽ പുരട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഇടയ്ക്ക് എനിക്ക് കൈ കഴുകണം. ഇടയ്ക്ക് ഞാൻ വിറകൊക്കെ എടുത്ത് അടുപ്പിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഉള്ളിവടയും ഞാൻ ഇട്ടു. നമ്മൾ ഈ മാവ് കൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് വേഗം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ലാഗ് വന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഉള്ളിവട ആയി. മൂന്നാമത്തത് ഇട്ടപ്പോഴേക്കും, കാരണം അത് നല്ല ചൂടുള്ള എണ്ണയിലേക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കയ്യിൽ വെച്ച് തന്നെ കോരാവുന്നതാണ്. പക്ഷെ ഞാനൊരു കുഞ്ഞ് സ്പൂൺ വെച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. എന്നിട്ട് എണ്ണ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം നേരം ഞാൻ പിടിക്കുന്നില്ല. പിന്നെ ഈ ഉള്ളിവടേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കോരാം. കാരണം മറ്റേ ഉള്ളിവട പോലെ അത്രയ്ക്ക് വേവ് വേണ്ട. ഇതിൽ കുറച്ചല്ലേ മൈദ ഇടുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. കാരണം ബ്രെഡ് ഓൾറെഡി എന്താ പറയുക, വെന്തൊരു സാധനമല്ലേ. ഞാൻ ഈ മാവ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം മഴേൻ്റെ കാറൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോൾസ് ഉണ്ടാക്കാൻ നിന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യട്ടോ. കാരണം ബോൾസാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി തരും. അപ്പോൾ ഇത് എനിക്ക് വീഡിയോ ഷൂട്ടും എല്ലാം കൂടി ഒരുമിച്ച് നടക്കണം കുറച്ച് പാടാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വട 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ മാവാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതിൽ കുറച്ച് ബാലൻസാണ്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇന്ന് വറക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ടേസ്റ്റ് കൂടുതൽ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയതാണ്. അതായത് മാവ് തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിൽ മൈദയ്ക്ക് പകരം അരിപ്പൊടിയോ ഗോതമ്പോ നിങ്ങൾക്ക് ചേർക്കാം. അതുപോലെ തന്നെ ക്യാരറ്റ് മാത്രമല്ല ക്യാപ്സിക്കം അതുപോലെയുള്ള എന്ത് വെജിറ്റബിൾസും നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ജീരകം ചെറുതോ വലുതോ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഏകദേശം വറുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 2 എണ്ണം കൂടി ഉണ്ടാക്കാനുള്ള മാവേ ഉള്ളൂ. അപ്പോൾ അതും കൂടി വറുത്താൽ പരിപാടി കഴിഞ്ഞു. എനിക്കിങ്ങനെ ഈ അടുപ്പ് ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോൾ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ
പണ്ട് അതായത് എനിക്ക് ഒരു 10 വയസ്സൊക്കെ ഉള്ളൊരു സമയത്ത്, ആ സമയത്ത് നമ്മുടെ വെക്കേഷൻ ടൈം ഉണ്ടല്ലോ, 2 മാസം സ്കൂൾ, അപ്പോൾ വേനൽക്കാലമാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വീട്ടിൻ്റെ പുറകിൽ അച്ചമ്മ അങ്ങനെ അടുപ്പൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഈ കരിയിലുണ്ടല്ലോ, അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത്. അപ്പോൾ ഈ ഇലകളൊക്കെ കൂടിയിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ വിറകിന് പകരം വെച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയാണ് ഇപ്പോൾ എനിക്ക് വന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അതുമാത്രമല്ല, അച്ചമ്മേനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ ഞങ്ങളെ കൂടെ ഇപ്പം ഇല്ല. അപ്പോൾ നമ്മുടെ വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോൾ വലിയ ഡെക്കറേഷനൊന്നും ആവശ്യമില്ല. എന്നാലും ഞാൻ ഒരു ചെറിയൊരു പ്ലേറ്റിലിട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന 2 പച്ചമുളക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഉള്ളിവട റെഡി. ഇനി ഇത് നമുക്ക് ചായേൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമ്മുടെ നല്ല ചൂട് ബ്രെഡ് ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ഉള്ളിവട ഇതാ കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്. ഇത് ഈ ചൂടോടുകൂടി തന്നെ കഴിക്കണം, അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു കട്ടൻ ചായയും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നേരത്തെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആകെ ടയേർഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അടുപ്പിലല്ലേ ഉണ്ടാക്കിയത്, മാത്രമല്ല നല്ല പുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മേക്കപ്പൊക്കെ ഇളകി. ഇന്ന് അനിയത്തി വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് ശരിക്കും എന്ന് വെച്ചാൽ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ, ഇപ്പം മഴയില്ല, മഴ പെയ്യുന്ന സമയത്ത് ഇത് കഴിക്കാൻ കിട്ടിയാൽ വാ അടിപൊളിയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ചായയും കൂടി കുടിച്ചാൽ സൂപ്പറായിരിക്കും. ഇതിപ്പോൾ ഞാനുണ്ടാക്കിയതുകൊണ്ട് പറയില്ല, സൂപ്പറാണ്. അതിൻ്റെ കൂടെ നമ്മുടെ പാലൊഴിച്ച ചായനേക്കാൾ നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് പാലൊഴിക്കാത്ത ചായയാണ്. അപ്പോൾ അത് ട്രൈ ചെയ്യുക. പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സ്നാക്സ് എപ്പോഴും കഴിക്കുന്നത് നല്ല ഒന്നല്ല, ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള നല്ല തണുത്ത ക്ലൈമറ്റൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇപ്പോൾ എന്താ പറയുക, അപ്പോൾ അനിയത്തി കഴിച്ചിട്ട് അവളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയാം അവളോട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ, നല്ല ക്രിസ്പി എന്ന് വെച്ചാൽ സൂപ്പറാണ്. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ള അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.